സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ ഇടതുപക്ഷത്തിനെതിരെ LDFിനെതിരെ ആഞ്ഞടിക്കുകയാണ്. തുടർഭരണം ഉണ്ടാകരുത്, ഭരണമാറ്റം അനിവാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ഒരു ഉപദേശം കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. എങ്ങനെ നമ്മൾ കാണണം ഈ ഒരു നിലപാടിനെ? കാരണം ഇത്തരത്തിലുള്ള എഴുത്തുകാർ, ഇപ്പൊ കെ സച്ചിദാനന്ദൻ മാത്രമല്ല, സാറാ ജോസഫിനെ പോലുള്ള ആളുകളും ഇതേ നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അതിനെ പിന്തുണച്ചുകൊണ്ട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വരുന്നു. അപ്പൊ പിണറായിയുടെ ഒരു ഭരണം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക് പോലും മടുത്തിരിക്കുന്നു എന്നല്ലേ ഇതിന്റെ സൂചന? തുടക്കമിട്ടത് യഥാർത്ഥത്തിൽ MN കാരശ്ശേരിയാണ്. കാരശ്ശേരി മാഷ് എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ സഹയാത്രികനൊന്നുമല്ല, അത്യാവശ്യം കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ആളായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ സാഹിത്യ അക്കാദമി അധ്യക്ഷൻ സച്ചിദാനന്ദൻ, അദ്ദേഹം തികഞ്ഞ ഇടതുപക്ഷക്കാരനും പാർട്ടി ലൈൻ തന്നെ കൃത്യമായിട്ട് പിന്തുടരുന്ന ആളുമായിരുന്നു ഇതുവരെ. അതിനുശേഷം അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് സാറാ ജോസഫ് വന്നു. അതിനെ എതിർത്തുകൊണ്ട് അശോകൻ ചെരുവിൽ രംഗത്ത് വന്നിരിക്കുന്നു. പിന്നെ ഒരു മയത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനമായിട്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പിന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും സച്ചിദാനന്ദന്റെ അഭിപ്രായത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് KK ശൈലജയും രംഗത്ത് വന്നു. ആകെ ഇടതുപക്ഷത്തിനുള്ളിൽ തന്നെ തുടർഭരണം എന്ന ഒരു സങ്കല്പം, മൂന്നാം പിണറായി സർക്കാരിനെ ഭീതിയോടെ നോക്കിക്കാണുന്ന ഒരവസ്ഥ ഉണ്ട് എന്നുള്ളത് ആണ് ഇതിൽ നിന്നൊക്കെ പുറത്തു വരുന്നത്. അത് ഗൗതം പറഞ്ഞത് ശരിയാണ്. ശരിക്കും ഇടതുപക്ഷത്തിൽ മൂന്നാം പിണറായി സർക്കാരിനെ പേടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് പിണറായി വിജയൻ പിന്തുടർന്നു വന്നിരുന്നത് ഈ ഇടതുപക്ഷ പിന്നെ ഒരു രാഷ്ട്രീയമാണോ എന്നുള്ളത് ഇപ്പോൾ ഒരുപാട് പേര്, പണ്ട് തന്നെ സംശയം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരുപാട് പേര് അത് പരസ്യമായിട്ട് ആ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുകയാണ്. അത് ഈ 2000-ന് ശേഷം കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ ഭരണത്തിലേറിയത് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഒരു ആദ്യത്തെ ആന്റണി സർക്കാർ, അത് കഴിഞ്ഞാൽ ആന്റണി സർക്കാരിൻ്റെ വീഴ്ചയ്ക്ക് ശേഷം കഷ്ടിച്ചാണ് ഉമ്മൻചാണ്ടി ജയിച്ചത്. വെറും 2 സീറ്റേ ഉള്ളായിരുന്നു ഉമ്മൻചാണ്ടിക്ക് ഭൂരിപക്ഷം. 72 സീറ്റല്ലേ ഉള്ളായിരുന്നു, ഓർക്കുന്നില്ലേ അത്? അന്ന് അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ് നഷ്ടപ്പെട്ടത്. പിണറായി വിജയനാണ് ഭരണം, അച്യുതാനന്ദനെ മുഖ്യമന്ത്രി ആകാതിരിക്കാൻ വേണ്ടി ഭരണം കിട്ടാതിരിക്കുന്ന ആ ഒരു നിലയിൽ ടാക്ടിക്കൽ വോട്ടിംഗ് നടത്തിയെന്നൊക്കെ അഭിപ്രായ പ്രകടനം ഒന്നുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ആ ഒരു അച്യുതാനന്ദൻ എന്ന ഒരു മുഖം പോലും ഇല്ലാതായി. അപ്പോൾ CPM ആണുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഇടതുപക്ഷ സ്വഭാവമില്ല, മറിച്ച് കോൺഗ്രസ് കുറച്ചുകൂടി ഇടത്തോട്ട് നീങ്ങിയിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ അടിസ്ഥാന രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിലും സംഭവിച്ചു. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്ന ഒരുപാട് ആൾക്കാർക്ക് കോൺഗ്രസ് സ്വീകാര്യമാവും. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. പക്ഷെ കോൺഗ്രസിനുള്ളിൽ ഈ കോൺഗ്രസ് ഒരു മധ്യമാർഗം സ്വീകരിച്ചിരുന്ന കോൺഗ്രസ് അവിടെ നിന്ന് ഇടത്തോട്ട് നീങ്ങിയതായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ളവരുമുണ്ട്. അവരൊത്തിരി പേര് കോൺഗ്രസ് വിട്ടു പോയിട്ടുമുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ ചേണിങ്, ഒരു കലങ്ങി മറിയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അത് ഒരു ഐഡിയോളജിക്കൽ തലത്തിൽ, അതായത് പ്രത്യയശാസ്ത്രപരമായ തലത്തിൽ ഇടതുപക്ഷം CPM-നെ ഇടതു രാഷ്ട്രീയത്തിൽ നിന്ന് CPM മാറിക്കഴിഞ്ഞു. ഇപ്പം CPM-ന് പ്രസക്തി നഷ്ടപ്പെട്ടു. ഇത് ഇടതു രാഷ്ട്രീയം പിന്തുടരുന്ന പലരും തിരിച്ചറിയുന്നു. CPM-ന് പ്രസക്തി വലിയ രീതിയിൽ അഖിലേന്ത്യാ തലത്തിൽ നഷ്ടപ്പെട്ടു. ഇപ്പൊ സച്ചിദാനന്ദനെയൊക്കെ പോലുള്ള ആൾക്കാർ ഡൽഹി കേന്ദ്രീകരിച്ച് ഒരു കാലത്ത് പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിലുള്ള ഒരുപാട് പിന്നെ കാര്യങ്ങളിൽ അവർ അഭിപ്രായ പ്രകടനം നടത്തുകയൊക്കെ ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ ഇപ്പോൾ ഇടതുപക്ഷം എന്നത് വെറും ഒരു തമാശ പോലെ തോന്നുന്നുണ്ടാവാം. കാരണം ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു സംഘടന. ഇവരുടെ കൂടെ നിന്നിട്ട് എന്താണ് നേട്ടം? നേരെ മറിച്ച് ഈ ബംഗാളിൽ ഇടതുപക്ഷം ഇല്ലാതായതുപോലെ കേരളത്തിൽ ഇടതുപക്ഷം ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. CPM ഉണ്ട്, ഇടതുപക്ഷമില്ല. CPM-ന് ഇടതു സ്വഭാവം നഷ്ടപ്പെട്ടു. ഇപ്പം അവർ പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ബോധപൂർവമായിട്ടുള്ള ഭൂരിപക്ഷ രാഷ്ട്രീയം പിന്തുടരുന്നു. അതിൽ വെള്ളാപ്പള്ളിയുടെ പിന്തുണ ഒരുപാട് പരമ്പരാഗത ഇടതുപക്ഷക്കാരെ
ശരിക്കും CPM ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെള്ളാപ്പള്ളി ഒരുപാട് വിഷയങ്ങൾ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളും അവരുടെ സങ്കല്പത്തിലുള്ള ഇടത് പിന്നെ പ്രതികരണങ്ങളുമായിട്ട് വലിയ വ്യത്യാസം. അവിടെ ഒരു കാരണം ഇപ്പൊ CPM സഹയാത്രികർ ഇപ്പോഴത്തെ പിണറായിയുടെ സഹയാത്രികർക്ക് പലർക്കും ഇടത് രാഷ്ട്രീയമില്ല. ഇപ്പോൾ ഞാനൊരു സംഭവം പറയാം. അഖിലേന്ത്യാ തലത്തിൽ നക്സലുകൾക്കെതിരെ വലിയ നീക്കം കേന്ദ്ര സർക്കാർ നടത്തി. ബസ്തർ എന്ന് പറയുന്ന അതായത് നക്സലുകളെ പിന്നെ ഏതാണ്ട് പരിപൂർണമായിട്ട് കീഴടക്കി കഴിഞ്ഞു. റെഡ് കോറിഡോർ ഇല്ലാതായി. ഇപ്പം പിന്നെ ബസ്തർ എന്ന ഒരു ജില്ല ഛത്തീസ്ഗഡിലാണെന്ന് തോന്നി. ഇപ്പൊ അത് പണ്ട് മധ്യപ്രദേശിലായിരുന്നു. ഈ ബസ്തർ ജില്ലയിലെ ഇപ്പോ അവസാനത്തെ നക്സൽ അല്ലെങ്കിൽ കേന്ദ്രങ്ങളൊക്കെ തന്നെ അവർ തകർത്തിരിക്കും. ഇവിടെ ഒക്കെ ഇടതുപക്ഷ CPM വെറും നോക്കൂത്തിയാണെന്നാണ് ഈ പരമ്പരാഗത ഇടത് പാർട്ടിക്കാരുടെ ഒരു പ്രതികരണം. കേരളത്തിലും ഏറ്റവും കൂടുതൽ പിന്നെ നക്സലുകളെ കൊന്നത് ഇടത് സർക്കാരാണെന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ഇടത് നിലപാടുകൾ സ്വീകരിക്കുന്ന പല സാഹിത്യകാരന്മാർക്കും പല വ്യക്തികൾക്ക് CPM സഹയാത്രികർക്കുമൊക്കെ CPM ആശയപരമായിട്ട് ഇടത് നിലപാടിൽ നിന്നും മാറി എന്നാണ് അവർ ചിന്തിക്കുന്നത്. പിണറായി വിജയൻ യഥാർത്ഥത്തിൽ ഈ പിന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പദം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം നടത്തിയ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് പോലെ കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് നടത്തി. ആ പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ആ പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗിൽ അദ്ദേഹം ചെയ്തത് മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാനായിട്ട് തീവ്ര മുസ്ലിം നിലപാടുകളുള്ള റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുമായിട്ട് ആദ്യം അദ്ദേഹം കൈകോർത്തു. അതിൽ PDP വന്നു, SDPI വന്നു, ജമാഅത്തെ ഇസ്ലാമി വന്നു, അങ്ങനെ അതുപോലെ വ്യക്തികൾ പഴയ സിമിക്കാർ വന്നു. ഇങ്ങനെ ഒരുപാട് പേരെ അദ്ദേഹം കൂട്ടത്തിൽ കൂട്ടി. അങ്ങനെ വടക്കൻ കേരളത്തിൽ മുസ്ലിം വോട്ടുകൾ ഒരു പരിധി വരെ ഇടത് പക്ഷത്തേക്ക് കൊണ്ടുവരാൻ ശ്രീ പിണറായി വിജയന് കഴിഞ്ഞു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു രഹസ്യം. പണ്ട് ഞങ്ങളൊക്കെ പത്രപ്രവർത്തനത്തിൽ തുടങ്ങുന്ന കാലത്ത് ഞങ്ങൾ പറയും, ഈ പിണറായി വിജയന്റെ പ്രസംഗം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ പ്രസംഗം തുടങ്ങി ഏതാണ്ട് ഒരു അരമണിക്കൂറിന് ശേഷം അവിടെ ചെന്നാൽ മതി. കാരണം ഇദ്ദേഹം പറഞ്ഞു തുടങ്ങുന്ന അന്താരാഷ്ട്ര വിഷയങ്ങളായിരിക്കും. ക്യൂബയിലെ വിപ്ലവം, മറ്റിടത്ത് പിന്നെ ആഫ്രിക്കയിലെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അത് കഴിയുമ്പോൾ അഖിലേന്ത്യാ തലത്തിലേക്ക് തുടങ്ങും. ഏറ്റവും ഒടുവിലാണ് കേരളത്തിലെ വിഷയം പറയുന്നത്. അപ്പം നമുക്ക് മാധ്യമങ്ങൾക്ക് ഈ കേരളത്തിലെ വിഷയത്തിലെ താല്പര്യമുള്ളൂ. ഇയാൾ അമേരിക്കൻ പ്രസിഡന്റിനെ വിമർശിച്ചിട്ട് ഒരു കാര്യമില്ല, കാരണം അവിടെ ഇത് കേൾക്കത്തില്ല. അപ്പം ഈ പിന്നെ ഇത്തരം ഒരു ദുർബലമായ രാഷ്ട്രീയ പ്രസ്ഥാനം അവർക്ക് പറയേണ്ട സ്ഥലത്തെ വിഷയം പറഞ്ഞാൽ മതി. അപ്പൊ അത് കാരണം പല മാധ്യമ പ്രവർത്തകരും പിണറായി വിജയന്റെ പ്രസംഗം കേൾക്കാൻ പോകുമ്പോൾ ഒരു അരമണിക്കൂർ വൈകിയേ പോവുള്ളൂ. കാരണം വെറുതെ അരമണിക്കൂർ അവിടെ പോയി ബോറടിക്കണ്ടെന്ന്. പക്ഷെ ഇന്ന് പിണറായി വിജയന്റെ പ്രസംഗങ്ങൾ അതില്ല. അദ്ദേഹം അത് മലയാളത്തിൽ എങ്ങനെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇംഗ്ലീഷിൽ പറയാം ഐഡിയോളജിക്കൽ പ്രിട്ടൻഷൻസ് അദ്ദേഹം പിന്നെ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. ഈ പിന്നെ ഈ പ്രത്യയശാസ്ത്രപരമായ കുറെ എന്താണ് കാപട്യങ്ങൾ ഇപ്പം പറയുന്നില്ല. ഇപ്പൊ CPMന്റെ നേതാക്കന്മാർ ആരെങ്കിലും പ്രത്യയശാസ്ത്രം വെച്ചിട്ട് എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒന്നും കേൾക്കുന്നില്ലല്ലോ. ആകെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വർഗീയത, മോദി എന്നൊക്കെ, അതും വിട്ടുകളഞ്ഞിട്ട് ഇപ്പം അടുത്ത ഒരു വിഷയം എനിക്ക് തോന്നുന്നു, ഈ CPMനുള്ളിലെ ഇടതുപക്ഷക്കാർ, CPM ഞാൻ പറഞ്ഞു CPM ഇടതുപക്ഷത്തു നിന്ന് ഒരുപാട് വ്യതിചലിച്ചിട്ടുണ്ട്. അപ്പൊ CPMനുള്ളിലെ ഇടതുപക്ഷക്കാർ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ പല വിഷയങ്ങളിലും പാർട്ടി എടുക്കുന്ന ഇപ്പം പ്രത്യേകിച്ച് BJPയോടുള്ള പാർട്ടിയുടെ സമീപനം മാറിപ്പോയി എന്നുള്ള തോന്നലുണ്ടാവാം. പണ്ട് ഈ CPM RSS സംഘർഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു ഐഡിയോളജിക്കൽ പ്രിട്ടൻഷൻ ഒരു വകുപ്പുണ്ടായിരുന്നു. ഇന്നിപ്പോൾ CPM RSS സംഘടന നടക്കുന്നില്ല. CPMും BJPയും തമ്മിൽ ഒരു അന്തർധാരയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ പിണറായി വിജയന് പല സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കെതിരെയും അവരുടെ കുടുംബാംഗങ്ങൾക്കെതിരെയും ഒക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്നിട്ടുണ്ടെങ്കിലും പിണറായിക്ക് ഇത്തരം പ്രതിസന്ധികളൊന്നുമില്ല. ഇതും വേറൊരു വിഷയമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പിന്നെ CPMന്റെ സഹയാത്രികരായിരുന്ന പല ഡിഗ്രിയിലുള്ള ഇടതുപക്ഷക്കാരുണ്ടായിരുന്നു. കടുത്ത ഇടതുപക്ഷം, കുറച്ചൊരു അതിൽ തന്നെ കുറച്ച് മിതമായിട്ട് നിൽക്കുന്നവര്,
ഇവരൊക്കെ തന്നെ CPM-ൽ നിന്ന് അകന്നുപോയി. അതൊരു ഭാഗത്ത്. ഇനി പാർട്ടിയെ ഈ മിഡിൽ ക്ലാസും, ഈ ഒരു അഭിപ്രായം നമ്മുടെ സച്ചിദാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. മിഡിൽ ക്ലാസ്സും അപ്പർ മിഡിൽ ക്ലാസ്സും പാർട്ടിയെ ഹൈജാക്ക് ചെയ്യും. അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പാർട്ടിയാണ് ഇന്ന് CPM. കേരളത്തിലെ ഈ ബ്യൂറോക്രാറ്റുകൾ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഇവർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടി CPM. അത് തൊഴിലാളി വർഗ പാർട്ടിയൊന്നും അല്ലെന്ന്, മധ്യവർഗത്തിന്റെ പിന്തുണയാണ് CPM-നുള്ളത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ പണക്കാരായിട്ടുള്ള ആൾക്കാരെ എനിക്ക് തോന്നുന്നു CPM-നുമായിട്ടായിരിക്കും ബന്ധപ്പെടുന്നത്. ഇപ്പൊ കേരളത്തെ നിങ്ങൾ എടുത്തു നോക്കുക, വലിയ പണക്കാർ, ഉദാഹരണത്തിന് MA യൂസഫ് അലി, അതല്ലെങ്കിൽ രവി പിള്ള, ഇവരൊക്കെ CPM-ന്റെ സ്വന്തം ആൾക്കാരാണ്. അതുപോലെ നിരവധി ഗൾഫ് ബേസ് ചെയ്തിട്ടുള്ള നിരവധി വലിയ പണക്കാരൊക്കെ തന്നെ പിണറായി വിജയനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കോൺഗ്രസ് നേതാക്കന്മാർക്കൊന്നും അത്ര ഒരു സ്വാധീനം അവരിലില്ല. അങ്ങനെ ഒരു വലിയ ഒരു ഗ്രൂപ്പ് ഇവർക്കുണ്ട്. പക്ഷേ ഈ സച്ചിദാനന്ദനും സാറാ ജോസഫും ഒക്കെ CPM-ന്റെ കയ്യിൽ നിന്ന് ഇത്രയും ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് CPM-നെ ഇങ്ങനെ വിമർശിക്കുമ്പോൾ ഒരുമാതിരി ഉളുപ്പ് തോന്നുന്നതായിട്ടാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴും സാഹിത്യ അക്കാദമി ചെയർമാൻ ഇവർക്ക് കിട്ടിയത് പിണറായി വിജയന്റെ പിന്നെ കൂടെ സപ്പോർട്ട് കൊണ്ടല്ലേ. ഇപ്പൊ അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന് പിന്നെ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അതിനുള്ള കഴിവുണ്ടില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. കവി എന്നുള്ള നിലയിൽ സച്ചിദാനന്ദൻ അതിനുള്ള കഴിവുള്ള ആൾ തന്നെയാണ്. പക്ഷെ അതുപോലെ കഴിവുള്ള ഒരുപാട് പേരുണ്ട്. ബാലചന്ദ്രൻ ചുള്ളിക്കാടനും വേണമെങ്കിൽ സാഹിത്യ അക്കാദമി ചെയർമാനായി കഴിഞ്ഞാൽ അതിൽ തെറ്റൊന്നും പറയാൻ പറ്റുമോ? അപ്പം പഴയ കാലത്ത് പാർട്ടി പറയുന്നത് വെള്ളം ചേർക്കാതെ വിഴുങ്ങുന്ന സാഹിത്യകാരന്മാരെ ഇപ്പൊ പെട്ടെന്ന് പിന്നെ തിരിഞ്ഞു കടിക്കാൻ തുടങ്ങി. അതിന്റെ അർത്ഥം പിണറായി വീക്കായി എന്നാണ്, പിണറായിക്ക് ദുർബലമായി. പിന്നെ വരുന്ന ഇലക്ഷൻ പിണറായി ജയിക്കില്ല എന്ന് അവർക്കൊക്കെ തോന്നുന്നു. കോൺഗ്രസ് വരാൻ പോവാ. പണ്ടൊക്കെ കോൺഗ്രസിന്റെ കൂടെ വളരെ കുറച്ച് സാഹിത്യകാരന്മാരെ ഉള്ളായിരുന്നു. ഞാനിപ്പോഴും ഓർക്കാറുണ്ട്, ഞങ്ങളൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് പ്രൊഫസർ S ഗുപ്തൻ നായർ, അതുപോലെ ഡോക്ടർ ലീലാവതി ടീച്ചർ, ഇങ്ങനെ രണ്ടുപേരാണ്. പിന്നെ ഒരു CP ശ്രീധരൻ എന്ന സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ ഒക്കെ അധ്യക്ഷനായിട്ടിരുന്ന ആളുണ്ട്. അദ്ദേഹമായിരുന്നു വീക്ഷണത്തിന്റെ എഡിറ്റർ. അപ്പം ഇവരൊക്കെ മാത്രമേ കോൺഗ്രസിനെ പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ധൈര്യമുള്ളൂ. പിന്നെ ഒരു പരിധി വരെ സുഗതകുമാരി ടീച്ചർ കോൺഗ്രസിനെ പിന്തുണയ്ക്ക് വരും. അവരിച്ചിരി അക്കാര്യത്തിൽ ഇന്ദിരാഗാന്ധി എപ്പോഴും പിന്തുണയ്ക്കും. പിന്നെ മറ്റൊരാൾ കമലദാസായിരുന്നു. കമലദാസും ഇന്ദിരാഗാന്ധിയോടുള്ള തൻ്റെ ആ ഒരു ഇഷ്ടം, ബന്ധം, ഇതൊക്കെ പലപ്പോഴും അവർ പല വേദികളിലും പറയാം. ബാക്കിയുള്ളവരൊക്കെ ഈ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നെഹ്റു കുടുംബത്തെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ടാണ് എന്ത് വാക്ക് പറയുന്നതും കേരളത്തിലെ സാഹിത്യകാരന്മാർ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ONV കുറുപ്പൊക്കെ എന്തെല്ലാമാണ് വിളിച്ചു പോയിക്കൊണ്ടിരുന്നത് കോൺഗ്രസിനെതിരെ. ഈ ഇന്ദിരാഗാന്ധിയെയും അവരുടെ നെഹ്റു കുടുംബത്തിനെയും ഒക്കെ ഇത്ര അധമമായിട്ട് സംസാരിച്ചിട്ടുള്ള സാഹിത്യകാരന്മാര് എനിക്ക് തോന്നുന്നു വേറെ RSSകാർ പോലും പറയാത്ത രീതിയിലുള്ള വാക്കുകളിലായിരുന്നു പണ്ട് കേരളത്തിലെ ഈ സാഹിത്യകാരന്മാരൊക്കെ വിമർശിക്കുന്നത്. അതൊരു കാലം. ആ കാലം ഇപ്പം മാറിയതായിട്ട് ഇവർക്ക് തോന്നുന്നു. അഖിലേന്ത്യാ തലത്തിൽ CPM-ന് ഒരു പ്രസക്തിയില്ല. ഒരു സ്ഥാനമാനവും ഒരു രീതിയിലും CPM-നെ കൊണ്ട് നേടാൻ പറ്റില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചൊരു കച്ചവട മനോഭാവം ഉണ്ട് ഈ സാഹിത്യകാരന്മാർക്കൊക്കെ. അവർ നോക്കുമ്പോൾ ദുർബലമായ CPM-നോട് നിൽക്കാൻ പറ്റില്ല. പിന്നെ അവർക്കൊരു ഐഡിയോളജിക്കൽ പ്രിട്ടൻഷൻ ഉണ്ട്. ഈ ഏതാണ്ടൊരു തത്വശാസ്ത്രപരം, തങ്ങൾ പാവങ്ങളുടെ കൂടാണ്, അധ്വാനിക്കുന്നവരാണ്, തങ്ങൾ മതേതരമാണ്, തങ്ങൾ ന്യൂനപക്ഷ സംരക്ഷകരാണ്, ഇങ്ങനെയൊക്കെയുള്ള പ്രിട്ടൻഷൻസ് തൽക്കാലം കോൺഗ്രസിന്റെ കൂടെ നിന്നാലും കുഴപ്പമില്ലാതെ നിൽക്കും. കാരണം രാഹുലിന്റെ കോൺഗ്രസ് ഇന്ദിരയുടെയോ രാജീവിന്റെയോ കോൺഗ്രസ് അല്ല. അപ്പോൾ ആ കോൺഗ്രസിന് വന്ന മാറ്റം അവർക്ക് ഒരു പുതിയ പൊസിഷൻ എടുക്കാൻ അവരെ സഹായിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഗൗതം ആദ്യം ചോദിച്ച പോലെ CPM തോൽക്കാനിരിക്കുകയാണ്. അതിൽ നിന്നും ഓരോരുത്തരായിട്ട് ചാടി രക്ഷപ്പെടുക. ഈ കപ്പലിന് പിന്നെ തീ പിടിച്ചിരിക്കുന്നു, അതിൽ നിന്ന് ഓരോരുത്തരായിട്ട് ആ കപ്പലിനെ ഉപേക്ഷിച്ച് അവർ ചാടി രക്ഷപ്പെടുക. അതാണ് ഇപ്പൊ തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇത്ര പെട്ടെന്ന് കേരളത്തിലെ CPM-ൽ നിന്ന് ആൾക്കാർ ഓടിപ്പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ രാജേന്ദ്രൻ, പഴയ MLA ആയ മൂന്നാർ ഇടുക്കിയിൽ നിന്ന് രാജേന്ദ്രൻ പെട്ടെന്ന് BJP ചേർന്നു. നമ്മുടെ കൊട്ടാരക്കര MLA ആയിരുന്ന ഐഷ പോറ്റിയും ഒറ്റയടിക്ക് ചാടി ഇപ്പുറത്ത് വീണു. ഇത് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ആരൊക്കെ ചാടുമെന്ന് നമുക്കറിയാൻ വയ്യ. മുങ്ങാൻ പോകുന്ന കപ്പലിനെ ഓരോരുത്തരായിട്ട് ഉപേക്ഷിച്ച് പോവുക. എന്നാൽ കപ്പല് പിന്നെ മുങ്ങിക്കഴിയുന്നിടം വരെ അവർക്ക് കാത്തിരിക്കാൻ പറ്റുന്നില്ല. അവർ പുതിയ ലാവണങ്ങൾ തേടി പോവുകയാണ്. ഈ പറയുന്ന വളരെ കുറച്ചു പേര് മാത്രമേ ഇനി CPM-നോടൊപ്പം നിൽക്കൂ. ഇത് സാഹിത്യകാരന്മാരുടെ കാര്യത്തിൽ എനിക്ക് ഒരേ സമയം പുച്ഛവും പരിഹാസവും അതേസമയം എനിക്ക് അത്ഭുതവും തോന്നുന്നുണ്ട്. കാരണം ഇത്രയും നാൾ CPM-ന്റെയും പിണറായിയുടെയും ഒക്കെ സ്തുതിപാഠകരായിട്ടിരുന്ന ക്ലബിൽ നിന്നും
ഒറ്റയടിക്ക് എടുത്ത് ചാടി അപ്പുറത്തോട്ട് ചാടുകയാണ്. ഈ പിന്നെ ഇവർ വിചാരിക്കുന്നത്ര എളുപ്പമാവാൻ ഇടയില്ല അവിടെ. അപ്പോ ഇപ്പോ നമ്മൾ ഏറ്റവും ഒടുവിൽ കാണുന്നത് ഈ CPM എന്ന കപ്പലിൽ നിന്ന് ഓരോരുത്തരായിട്ട് രക്ഷപ്പെട്ടു കഴിഞ്ഞു. പക്ഷെ അവരെ സംബന്ധിച്ച് ഇനി കോൺഗ്രസിന്റെ ഭാഗത്തേക്ക് അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ പഴയതുപോലല്ല. ഇപ്രാവശ്യം ഇവിടെ കുറെ കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ കോൺഗ്രസിന്റെ ഭാഗത്തുമുണ്ട്. ഈ എന്തെങ്കിലും നേട്ടങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ ആണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടേണ്ടി വരും. പിന്നെ അടുത്ത വിഷയം എനിക്ക് തോന്നുന്നത് ഈ CPM-ഉമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ അവർക്ക് എന്തോ അവഗണന ഉണ്ടാവാനുള്ള ഒരു ഒരു പരാതിയുടെ ഒരു മേഖലയെ അവർക്ക് ഉണ്ടാവണം. കാരണം പിണറായി വിജയനെ വേണ്ടത്ര പരിഗണന പാർട്ടിയിലെ ബുദ്ധിജീവികൾക്കും അതല്ലെങ്കിൽ പാർട്ടിയുടെ പോഷക സംഘടനകളിലൊക്കെ ഇരിക്കുന്ന പണ്ട് ഇത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിനുണ്ടായി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പതുക്കെ CPM-ഉമായിട്ട് പഴയതുപോലെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഗൗതം ഓർക്കുന്നുണ്ടാവുമോ? പഴയ കാലത്തൊക്കെ പരിഷത്ത് പാർട്ടിക്ക് വേണ്ടി ഭയങ്കരമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയാണ്. പക്ഷെ ഇന്ന് പരിഷത്ത് അങ്ങനെ പ്രവർത്തിക്കുന്നില്ല. പരിഷത്ത് ഒരുപാട് കാര്യങ്ങളിലും സ്വതന്ത്രമായ നിലപാടിലേക്ക് പോവുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഒന്ന്, ഈ CPM എന്ന മുഖ്യധാര അതിന്റെ ഒരു പോഷക സംഘടനകളോ അല്ലെങ്കിൽ അതിന്റെ ഫീഡർ ഓർഗനൈസേഷൻസോ ആയിട്ട് നിൽക്കുന്ന പലർക്കും പരിഗണനകൾ ഇപ്പൊ കിട്ടുന്നില്ല എന്നുള്ളതോ, അതല്ലെങ്കിൽ അവർക്ക് പഴയ കാലത്ത് ഉണ്ടായിരുന്നത് പോലെയുള്ള പ്രോഗ്രാമുകളുണ്ടല്ലോ, ഇപ്പൊ ജനകീയ ആസൂത്രണമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ബുദ്ധിജീവികൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന, അതല്ലെങ്കിൽ കേരള വികസനം, ഇപ്പൊ ഇപ്രാവശ്യം വീണ്ടും കേരള വികസന സെമിനാറൊക്കെ നടത്തിയെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിലും അവർക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു തലമില്ല. ഇപ്പോഴത്തെ CPM-ൽ ശരിക്കും കച്ചവടക്കാരും ബിസിനസ്സുകാരും അങ്ങനെയൊക്കെയുള്ള ഒരു പിന്നെ തലത്തിലുള്ള ആൾക്കാരാണ് CPM-ഉമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. എന്തായാലും ശരി, എനിക്ക് തോന്നുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്നെ സപ്പോർട്ട് ബേസ്, അവരുടെ ഒരു അടിത്തറയിൽ കാര്യമായ ഇളക്കം സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ പാർട്ടിക്ക് പിന്തുണ പല മേഖലകളിലും കുറയുന്നതിന്റെ ഒരു തുടക്കമായിട്ടാണ് ഞാനിത് കാണുന്നത്. ഒരുപക്ഷെ അധികാരത്തിൽ നിന്ന് പുറത്തു പോയി ഇപ്പൊ പോയവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം സച്ചിദാനന്ദനൊക്കെ പറയുന്നുണ്ട്, മൂന്നാമത്തെ തവണ കോൺഗ്രസ് തോറ്റുപോയാൽ കോൺഗ്രസ്സുകാരെല്ലാം BJP ചേരുമെന്ന്. സംഭവിക്കാൻ പോകുന്ന അതല്ല. ഇപ്പൊ CPM തോറ്റുപോയാൽ CPM-കാരായിരിക്കും പിന്നെ BJP-യിൽ ചേരാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കും, അതിനുള്ള വഴിവെക്കായിരിക്കും സച്ചിദാനന്ദനൊക്കെ ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ്സുകാരിൽ എന്നുള്ള BJP-യിൽ ഇനി പെട്ടെന്ന് പോകുന്നു. കോൺഗ്രസ് നേതാക്കന്മാരും പോവില്ല, അണികൾ കുറെ പേര് പോകും, അത് വേറൊരു കാര്യം. പക്ഷേ BJP-യുടെ വളർച്ചയെ തടയാനാണ് ഇവരിത് ചെയ്യുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത്തരം സാഹിത്യകാരന്മാരെ കൊണ്ടൊക്കെ അത് നടക്കുമെന്ന്. കാരണം ഗൗതം എന്ത് പറയുന്നു, പഴയ കാലത്ത് സാഹിത്യകാരന്മാർക്ക് സമൂഹത്തിലുള്ള ഒരു സ്വീകാര്യത സ്ഥാനം ഇന്നുണ്ടോ? ഇന്നിപ്പോ ഒരു കവി സമ്മേളനം നടന്ന എത്ര പേര്? ഇപ്പൊ ഒരു പിന്നെ ഈ സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞ കാര്യം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം തുടർഭരണം ഇനിയും ഇടതുപക്ഷത്തിലേക്ക് LDF-ലേക്ക് പോവുകയാണെങ്കിൽ അത് വല്ലാത്ത രീതിയിലുള്ളൊരു തകർച്ചയിലേക്ക് നയിക്കും. അതായത് സ്വന്തം താല്പര്യമുള്ളവര് പാർട്ടിയിലേക്ക് കയറുകയും അവര് പാർട്ടിയെ ഇല്ലാതാക്കും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. അതെ ഗൗതം, പുതിയ തുടർഭരണം വന്നാൽ ഇപ്പൊ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, പവർ കറപ്റ്റ്സ് ആൻഡ് ആബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് ആബ്സല്യൂട്ട്ലി. അതായത് പൂർണ്ണ പരമാധികാരം പരമമായ അഴിമതിയിലേക്ക് നയിക്കുമെന്നുള്ളത്. പക്ഷേ ഇവിടെ CPM-ന് അത് സംഭവിച്ചിട്ടുണ്ടാവാം, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനേക്കാൾ ഉപരി പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറയാണ് തകർന്നിരിക്കുന്നത്. ഇപ്പൊ പഴയ കാലത്ത് ഉദാഹരണത്തിന് CPM-ന്റെ ഒരു കാർഡ് ഹോൾഡിംഗ് മെമ്പർ ആവണമെങ്കിൽ എത്ര കൊല്ലം എടുക്കുമായിരുന്നു. ഇന്ന് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു കൊല്ലത്തിനുള്ളിലൊക്കെ പാർട്ടിയിൽ മെമ്പർഷിപ്പ് കൊടുക്കും ചെന്ന് കഴിഞ്ഞാൽ. അപ്പോ ഈ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്കല്ല സച്ചിദാനന്ദനെ പോലുള്ള ആൾക്കാർ വിരൽ ചൂണ്ടുന്നത്. അതിന് ആയിരുന്നെങ്കിൽ അവർ ഇപ്പോഴല്ല, ഈ ഇലക്ഷന് തൊട്ടു മുമ്പല്ലല്ലോ ഇതൊന്നും ചെയ്യേണ്ടത്. ഈ ഇലക്ഷനിൽ തോറ്റത് കൊണ്ട് CPM രക്ഷപ്പെടുമെന്ന് കരുതുന്ന മണ്ടത്തരമാണ്. CPM എന്ന പ്രസ്ഥാനം അതിൻ്റെ ഒരു പിന്നെ എന്താണ് മഹത്വത്തിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറ ബലപ്പെടുത്തണം. അങ്ങനെ ബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പിന്നെ ഈ
പാർട്ടിയിൽ മാത്രമല്ല വർഗ ബഹുജന പ്രസ്ഥാനങ്ങളെയും ശക്തിപ്പെടുത്താനുള്ള ശ്രമം ബുദ്ധിജീവികളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. അവരത് ചെയ്തില്ലല്ലോ. അതിനെക്കുറിച്ച് ഒരു സ്വയം വിമർശനം നടത്താൻ എന്തുകൊണ്ടാണ് ഇവർ തയ്യാറാവാത്തത്? അപ്പം പാർട്ടിയിലെ ബുദ്ധിജീവികൾ ഇതിനു വേണ്ടി എന്ത് ചെയ്തു? ആ സ്വയം വിമർശനത്തിലേക്ക് പോകാൻ എന്തുകൊണ്ട് സച്ചിദാനന്ദനും തയ്യാറായില്ല? അവർ വലിയ പാർട്ടിയുടെ പതാക വാഹകരാണെങ്കിൽ അവരതല്ലേ ഇദ്ദേഹത്തെ കൂടുതൽ എന്താണ് പ്രശ്നത്തിലാക്കിയ ഒരു സംഗതി എന്ന് പറയുന്നത്, ഇപ്പോ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളെയൊക്കെ ബോധപൂർവം സന്തോഷിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതൊക്കെ വളരെ തെറ്റാണെന്നും പറയുന്നുണ്ട് ഇപ്പൊ. അല്ല, ഈ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആൾക്കാരെ വെള്ളാപ്പള്ളി നടേശനുള്ള ജനപിന്തുണ, വെള്ളാപ്പള്ളി നടേശന് CPM കൊടുക്കാൻ പറ്റുന്ന വോട്ട് സച്ചിദാനന്ദന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും പിണറായി തിരിച്ചു ചോദിക്കുന്നത്. സച്ചിദാനന്ദൻ പറഞ്ഞാൽ എത്ര പേര് വോട്ട് ചെയ്യും? സച്ചിദാനന്ദൻ ഇവിടെ എറണാകുളത്ത് കലൂർ പ്രസംഗിക്കുന്നു, എത്ര പേര് കേൾക്കാൻ വരും? സച്ചിദാനന്ദൻ അവിടെ ഒരു പ്രകടനം നടത്തുന്നു, എത്ര പേര് സച്ചിദാനന്ദന്റെ പുറകെ വരും? അപ്പം നേരെ മറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു 10,000 ആൾക്കാരെ സംഘടിപ്പിക്കാൻ വെള്ളാപ്പള്ളിക്ക് പറ്റും. പിണറായി പ്രായോഗികതയുടെ രാഷ്ട്രീയക്കാരനാണ്. ആ പ്രായോഗികതയുടെ രാഷ്ട്രീയം കൊണ്ടാണ് CPM അധികാരത്തിൽ വന്നതും ബംഗാളിൽ തകർന്ന CPM ഇവിടെ തകരാതിരുന്നത്. സച്ചിദാനന്ദന് മറു ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. സാധാരണ CPM-മാർക്ക് ചോദിക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടാണെന്നാണ് ഞാൻ പറയുന്നത്. എനിക്കിപ്പോൾ സച്ചിദാനന്ദനോടോ പിണറായിയോടോ രണ്ടുപേരോടോ ഇഷ്ടമൊന്നുമില്ല. എങ്കിലും ഞാൻ അതിൻ്റെ ഒരു മറുവാദം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതായത് ബംഗാളിൽ തകർന്നത് പോലെ കേരളത്തിൽ തകരാതിരുന്നത് ഇവർ പറഞ്ഞതുപോലൊന്നും കാര്യം കൊണ്ടല്ല. ഇവിടെ മുസ്ലിങ്ങളുമായിട്ട് ഐക്യം ഉണ്ടാക്കി, മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടി. അത് പിണറായിക്കാണ് അതിന്റെ ക്രെഡിറ്റ്. അതുപോലെ തന്നെ ഈ ആവശ്യമില്ലാതെ കേന്ദ്രത്തിനെതിരെയും BJP-ക്കെതിരെയും സമരം ചെയ്യാനുള്ള ശക്തി കേരളത്തിൽ CPM-ന് ഇല്ല. പണ്ട് ഉമ്മൻചാണ്ടി ഇരുന്ന കാലത്ത് CPM ഒരു സെക്രട്ടേറിയറ്റ് വളയൽ നടത്തിയിട്ട് ഈ ആദ്യത്തെ ദിവസം കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ പുതുക്കെ പുറമോട്ട് പോകാൻ തുടങ്ങി. സെക്രട്ടേറിയറ്റിന്റെ പല ഗേറ്റിലും ആളില്ലാതായി. പിണറായി വിജയൻ അത് തിരിച്ചറിഞ്ഞു. അതായത് കേരള സമൂഹം മാറിയതൂടെ ചിന്തിക്കണം. ഈ പറയുന്ന ചാരുകസേര സാഹിത്യകാരന്മാർക്കൊന്നും സമൂഹം മാറിയത് തിരിച്ചറിഞ്ഞിട്ടില്ല അവർ. കേരളത്തിന്റെ സമൂഹം കേരളത്തിലെ തൊഴിലാളി വർഗം ആരായിരുന്നു? ബംഗാളികളാണ്. കേരളത്തിലെ ശരിക്കും പറഞ്ഞാൽ ശരീരം വേർത്ത് ജോലി ചെയ്യാൻ പറ്റുന്ന എത്ര മലയാളികളുണ്ട്? മലയാളികളൊക്കെ എന്തോ ചെയ്യുന്നത്? അവിടെ പോയി സൂപ്പർവൈസറായിട്ട് നിൽക്കും. ഇപ്പൊ കെട്ടിടം പണിയുന്ന ബംഗാളി, അവിടെ സൂപ്പർവൈസറായിട്ട് നിൽക്കുന്ന മലയാളി, ഈ ബംഗാളിയുടെ കോൺട്രാക്ടറായിട്ട് മലയാളി വരും. ഇപ്പൊ അത് പറ്റത്തില്ല, അവര് തന്നെ കോൺട്രാക്ടർമാരാവുന്നുണ്ട്. അവര് തന്നെ മലയാളമൊക്കെ പഠിച്ചു. ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് പോയി എൻ്റെ ഹെയർ കട്ടിങ് നടത്തി. അത് UP-കാരനായിരുന്നു. അവൻ നല്ല മലയാളം എന്നോട് സംസാരിച്ചു. മനസ്സിലായത്? ഈ അധ്വാനിക്കുന്ന മുഴുവൻ വേറെ വർഗമാണ്. ഇന്ന് അധ്വാനിക്കുന്നവരല്ല. ഈ സച്ചിദാനന്ദനൊന്നും കേരളത്തിലല്ല ജീവിക്കുന്നത്. ഇവർ കാറിനകത്ത് നിന്ന് വെളിയിലോട്ട് ഇറങ്ങി നടക്കുന്നില്ല. അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. പിണറായി വിജയൻ ഒരു ബുദ്ധിയാണ് കാണിച്ചത്. കാരണം പിണറായി ഇന്ന് സമരം ചെയ്യാനോ കേന്ദ്ര പിക്കറ്റ് ചെയ്യാനോ CRPF-ന്റെ അടി വാങ്ങിക്കാനോ ഒന്നും ഒരു മലയാളിയും കിട്ടത്തില്ല. ഈ വരട്ട് തത്വവാദം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാഹിത്യകാരന്മാരൊക്കെ ഉണ്ടല്ലോ, വരും ദിവസങ്ങളില് അവരുടെ ജനപിന്തുണ, അവരുടെ ഒരു കവിത എത്ര വിറ്റ് പോകുന്നുണ്ട് അതൊന്ന് പറയട്ടെ, അതിന്റെ ഒരു കണക്ക് പറയട്ടെ. ജോലി ഇല്ലാതെ കവിതയോ കഥയോ എഴുതി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം കേരളത്തിലുണ്ട്. ഇതൊക്കെ ആരെങ്കിലും വായിക്കൂ? എനിക്ക് സംശയമാണ്. ഇല്ലാത്ത പ്രഭാവം നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കുക. എന്തായാലും ശരി, പറഞ്ഞ ഒരു ചർച്ചയ്ക്ക് വഴിതെളിച്ചു. അതിലൊരു കാര്യമുണ്ട്. അതിന് തീർച്ചയായിട്ടും ഞാൻ സച്ചിദാനന്ദനെ പോലുള്ളവരോട് അതിനകത്ത് തീർച്ചയായിട്ടും നമുക്കൊരു കടപ്പാടുണ്ട്. കാരണം നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു പോക്ക് എങ്ങോട്ടാണെന്നുള്ള ഒരു ചർച്ചയ്ക്ക് ഇവരുടെയൊക്കെ അഭിപ്രായം വഴിവെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇതിവിടെ നിന്ന് ചർച്ച ചെയ്തത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഇത്തരം വിഷയങ്ങളുമായിട്ട്, ഗൗരവമുള്ള വിഷയങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ വീണ്ടും സമീപിക്കാം.